ഗുജറാത്തിൽ ട്രെയിനിലാട്ടാ നല്ല ബീഫും പൊറോട്ടയും പഠിക്കുന്നത്. അല്ലാതെ നമ്മളിത് മറ്റേ ഇവിടെ പോയ പോലെ പോവാ, കസാഖിസ്ഥാനിൽ പോയ പോലെ പോവാ. ട്രെയിൻ കിട്ടില്ല, ഇനി 1 മണിക്കൂറുണ്ടല്ലേ? അന്നില്ലല്ലേ? അല്ല പിന്നെ ഇത് ബ്ലോക്ക് ഇല്ലെങ്കിൽ നമുക്ക് എത്തല്ലേ? IPL ഫൈനൽ മാച്ച് കാണാൻ വേണ്ടിയിട്ട് അഹമ്മദാബാദിലേക്ക് പോവാണ്. ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ട്രെയിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷേ കറക്റ്റ് ടൈമിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ട്. 7:45 കറക്റ്റ് ഇവിടെ എത്തിയല്ലേ? 10 മിനിറ്റ് കൂടി ട്രെയിനിന്. 5 മിനിറ്റാണ് കറക്റ്റ് 10 മിനിറ്റാണ് കറക്റ്റ് ടൈം കാണിക്കുന്നത്. പിന്നെ ട്രെയിനിൻ്റെ കറക്റ്റ് ടൈം ആണെങ്കിൽ 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. പക്ഷേ പിന്നെ ട്രെയിൻ ലേറ്റ് ആണെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. കോച്ച് പൊസിഷൻ ഇവിടെ വലിയൊരു സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. നമ്മളെ ട്രെയിൻ ഇതാണ്. നമ്മളെ പൊസിഷൻ വരുന്നത് 11, B1 11. ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് നടക്കാം. നമുക്ക് ഭാഗ്യമുണ്ട്, ഏകദേശം നമ്മളെ ട്രെയിനിൻ്റെ ബോഗി നിർത്തുന്നത് നമ്മൾ എൻട്രൻസിന് കാര്യം വരുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് നടക്കേണ്ടി വരുന്നില്ലേ? കുറേ ദിവസം നടക്കേണ്ടി വരുന്നു. ഇപ്പോൾ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ എവിടെ വരുന്നത്? പോർബന്ദർ അല്ലേ? അതൊരു ഒറ്റ ട്രെയിനിൽ നമുക്ക് അങ്ങ് പോകാമല്ലേ? ആരെയും കാര്യമൊന്നും വേണ്ട. അതിന് വലിയ സമാധാനം. എത്ര മണിക്കൂർ? 28 മണിക്കൂറാ? 26 മണിക്കൂറുണ്ടല്ലേ? അച്ഛനെ 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വരുന്നുണ്ട്, സംഭവം വരുന്നുണ്ട്. അതാ മോനെ വരുന്നത് നമ്മുടെ ട്രെയിന്. ഓക്കെ, കറക്റ്റ് 7:50 10 മിനിറ്റ് ലേറ്റ്. 8 മണിക്കൊക്കെ തന്നെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട കോച്ച് ബസ്സിന് 2 നമ്പർ അപ്പുറം നടക്കണം അല്ലേ? അങ്ങനെ കുറച്ച് നടന്നിട്ടാങ്കിൽ നമ്മൾ ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട്. സീറ്റ് നോക്കാം. 7:55 വേണ്ടതാണ്. കറക്റ്റ് 8:05 10 മിനിറ്റ്. AC കമ്പാർട്ട്മെൻറ്റാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാഷ്റൂം ഒന്നും അത്ര വലിയ ക്ലീൻ അല്ല. നമുക്ക് നേരെ സീറ്റ് നോക്കാം. നമ്മളിപ്പോൾ ട്രെയിൻ വിട്ടിട്ട് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറായി. അപ്പോൾ ഫുഡ് കഴിക്കേണ്ട പരിപാടിയാണ്. നമ്മൾ ഫുഡ് വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ കളി കാണേണ്ട പരിപാടിയാണ്. മഴയായതുകൊണ്ട് ഇതുവരെ കളി തുടങ്ങിയിട്ടില്ല. മുംബൈ പഞ്ചാബാണിപ്പോൾ ക്വാളിഫയർ 2 നടക്കുന്നത്. ഇനിയിപ്പോൾ മുംബൈ പിന്നെ ഫൈനലെത്തോ പഞ്ചാബ് എത്തോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഓൾറെഡി RCB എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കളി സ്റ്റാർട്ടായി മോനെ. കളി സ്റ്റാർട്ടായല്ലേ? 20 ഓവർ ഫുൾ ഉണ്ടല്ലേ? ഒരു ഓവർ വരെ കുറച്ചിട്ടില്ലല്ലേ? ജയിക്കൂലേ മുംബൈ? ജയിക്കൂലേ? മുംബൈ ജയിച്ചാല് നല്ലൊരു ഫൈനൽ മാച്ച് കാണും അല്ലേ? മുംബൈ ജയിക്കുകയാണെങ്കിൽ. അങ്ങനെ ലൈറ്റെല്ലാം ഓഫ് ആക്കിയല്ലേ? നമ്മളിവിടെ ഇങ്ങനെ കളി കാണുന്നുണ്ട്. ഏകദേശം എല്ലാവർക്കും ഇടുന്നു. മുംബൈ ഏകദേശം തോക്കാനായപ്പോൾ തന്നെ ഞാൻ അങ്ങ് ഉറങ്ങിന് കേട്ടോ. കാരണം നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തതാണ്. അപ്പോൾ മുംബൈ കൂടി എത്തുകയാണെങ്കിൽ നമുക്കൊരു ബോണസ് ആയിരുന്നു. കാരണം ഞാനൊരു മുംബൈ ഫാനാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കുറേ കച്ചവടക്കാരെയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഇന്ന് പുറത്തെ കാഴ്ചകളെല്ലാം കാണാമെന്ന് വെച്ച് കുറച്ച് നേരം അവിടെ വന്ന് അതെല്ലാം കഴിഞ്ഞ് ഒന്ന് അകത്തേക്ക് വന്നപ്പോൾ നമ്മുടെ കോ പാസഞ്ചറായിട്ട് 2 ഫാമിലിയാണ് ഉണ്ടായിട്ടുള്ളത്. അവരുള്ള ഓരോരോ ആക്ടിവിറ്റീസിലാണ്. ഗെയിം കളിക്കുന്നുണ്ട്, അവിടുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളും കൂടി അങ്ങനെ ഫുഡിന് ഓർഡർ ചെയ്യേണ്ട പരിപാടിയിലാണ്. പനവയിലാണ് നമ്മൾ ഓൾറെഡി ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പനവയിൽ സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞാൽ നമ്മൾ സീറ്റിൽ അവർ ഡെലിവറി ചെയ്യും. കൂടെ തന്നെ രാത്രിയത്തെ ഫുഡും കൂടി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഒന്ന് പുറത്തെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഏകദേശം വസായി റോഡ് എത്തിയിട്ടുണ്ട്. നല്ല മഴയാണ് പുറത്താണ് കാണുന്നത്. സൂററ്റിൽ സെറ്റിലായിട്ടുള്ള ഈ ഒരു ഫാമിലിയാണ് നമുക്ക് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്യേണ്ട നമ്പറൊക്കെ തന്നിട്ടുള്ളത്. അവരുടെ സ്റ്റേഷനെത്തി അവർ എന്തായാലും ഞാൻ 2 കഴിക്കൂല. വന്നിട്ടുണ്ടെങ്കിൽ വടാപ്പാവുന്നാണ്ട് പോകാൻ പറ്റില്ലല്ലേ? സ്വന്തം വടാപ്പാവ് കഴിക്കാണ്ട് എങ്ങനെ പോവാ? അടിപൊളി. അത് അവിടെ എങ്ങനെ വെക്കുക? ഇതിൻ്റെ കൂടെ മസാല ഉണ്ടാവില്ല, അതൊന്നും ഇല്ലല്ലേ? ഇല്ല, മുളക് പൊടി ഒന്നും കാണില്ലല്ലോ. അതെയാ? സൈഡിലല്ലേ?
ഇത് നമ്മളെ കൂടെ ട്രെയിനിൽ അങ്ങ് നാട്ടിൽ നിന്ന് മുതലേ ഉള്ള ആളാണ്. ഇവരും അഹമ്മദാബാദിലേക്കാണ് പോകുന്നത്. കളി കാണാനല്ല കേട്ടോ, ഇവരോട് സെറ്റില്ല. അഹമ്മദാബാദ് സെറ്റില്ല. നിങ്ങൾ പാലക്കാടല്ലോ പറഞ്ഞ? താമരപ്പാടത്തിൻ്റെ അടുത്താ? ചേട്ടൻ്റെ വീട്. നിങ്ങളുടെ വീട് വടവന്നൂര്. ഇവർക്ക് എന്താ പഠിക്കുന്ന പറ്റിയതെന്നാ? അതെയാ, ഓട്ടീസം വന്നേ. നിങ്ങൾ സെറ്റിൽ ഇവിടെ അഹമ്മദാബാദിൽ? അതെയാ, എത്ര 10-30 വർഷമായിരുന്നു അല്ലേ? ഞാൻ ഇവിടെ അഹമ്മദാബാദിൽ 6 വർഷമായി. അതിന് മുമ്പ് പോർബന്തറിൽ വർഷങ്ങളോടെ. എല്ലാം ഇത് പുറത്ത് നല്ല ഇതല്ല, ഏരമണിയായിട്ടും പുറത്ത് എന്താ പറയാ, ഇപ്പൊ ഈ മഴയുടെ കാല അന്തരീക്ഷമായത് കൊണ്ടേ ഇപ്പൊ ഇങ്ങനെ ഇരുട്ട് കാണുന്നത്. ജൂൺ ലാസ്റ്റ് ആകുമ്പോഴേ ഇവിടെ മഴ തുടങ്ങാം. ഇപ്പം ഒരു കാലാവസ്ഥയുടെ മാറ്റം വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കണത്. 7 മണിയൊക്കെ ആകുമ്പോ ഒരു അന്തരീക്ഷം ചുമന്നിരിക്കും. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു 5:45, 5:30 ആവുന്ന ഒരു സമയം ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കും. ഇവിടുത്തെ നല്ല വെളിച്ചം. 8 മണിയാവണം, നല്ല ഇരുട്ടാവണം. ഗുജറാത്തില് ട്രെയിനിലാട്ടാ നല്ല ബീഫും പൊറോട്ടയും പഠിക്കുന്നത്. ഇത് നമ്മൾ ട്രെയിനിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്തേ. നല്ല ബീഫ്. പക്ഷേ ഇത് വിടുന്നല്ല, ഇത് ബോംബെ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കുറച്ച് നേരത്തെ ഓർഡർ ചെയ്തിട്ട് വെച്ചതാണ്. അപ്പോൾ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. പിന്നെ അവിടെ നല്ല കപ്പയിലൊക്കെ കിട്ടും. നമുക്ക് തിരിച്ച് പോകുമ്പോൾ കപ്പ ഇതെല്ലാം ബീഫെല്ലാം അടിക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്ന് രാത്രിക്ക് നല്ല ബീഫ് പൊറോട്ട ഉണ്ട്. പൊറോട്ട എത്ര പൊറോട്ട വാങ്ങി നമ്മൾ? 1, 2 എനക്ക് 2 എനിക്കറിയാം. 2 കൂടെ അവർ എക്സ്ട്രാ സാലന വെച്ചിട്ടുണ്ട്. എന്തിൻ്റെ സാലനയാണെന്നറിയില്ല. നമുക്ക് ആദ്യം ബീഫിൻ്റെ ഒരു കഷ്ണം എടുത്ത് വെച്ച് നോക്കാം. അടിപൊളി പോടാ. ട്രെയിനിൽ ഫുഡ് വാങ്ങി കഴിക്കണ്ടെന്നുള്ളൂ. ബാക്കി പുറത്തത്തെ ഫുഡിൽ നല്ല അടിപൊളി. സൊമാറ്റോ ഉണ്ട്, അങ്ങനെയുള്ള പല ആപ്പുകളും ഫുഡ് കൊടുക്കുന്നുണ്ട്. സാലന വെറും വെള്ളം പോലെ ഉണ്ട്, നല്ല സാലയില്ല. ബീഫിൻ്റെ തന്നെ സാലനാന്ന് കേട്ടോ. നല്ല അടിപൊളി ബീഫ് ഫ്രൈ. അതിൻ്റെ പേരിന് റോട്ടലാന്നല്ലേ? ഈ ഗുജറാത്തിൻ്റെ സ്പെഷ്യലാ? അതെയാ? ആഹാ. എടുക്കുക, നല്ല ബീഫിൻ്റെ എടുക്കുക. കഴിക്കാം. അതുമില്ല. 10:33 രാത്രി. ഓക്കെ, നമ്മൾ ഏകദേശം അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയല്ലേ? നമുക്ക് സാധനങ്ങളിൽ എടുക്കാം അല്ലേ? അപ്പോൾ എത്ര മണിക്കൂർ യാത്ര നമുക്ക് ഏകദേശം വന്നത്? 24 26 നമ്മൾ പറഞ്ഞല്ലേ? കറക്റ്റ് ടൈം തന്നെ ഏകദേശം എത്തിന്. ഓക്കെ, നമുക്ക് സാധനങ്ങൾ എടുക്കാം. ബാഗിങ് എടുത്താം. ഇതാ അഹമ്മദാബാദിൽ നമ്മൾ എത്താൻ പോവാണ്. ഏകദേശം എത്തിന് ഒരു 5 മിനിറ്റ് കൂടി. അപ്പോൾ നമ്മളെ കൂടെ ഉള്ള ആൾ അഹമ്മദാബാദിൽ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നല്ല ഇറങ്ങിയിട്ട് പോവാ. സാധനങ്ങളുടെ അടുത്ത് ശരി വാ. ഓക്കെ അല്ലേ? വാ. ഇവിടെ ഇറങ്ങേണ്ടിയിട്ടുള്ള തിരക്കിലാണ് ആൾക്കാരിലുള്ളത്. കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണുള്ളത്. എത്തി നമ്മളങ്ങനെ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. അതാ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പുറത്തേക്ക് പോവാണ്. അവിടെ നമ്മളിപ്പോൾ ഓൾറെഡി ഹോട്ടൽ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ നേരെ ഊബർ പിടിക്കുക, അല്ലെങ്കിൽ ടാക്സി പിടിച്ച് നേരെ ഹോട്ടലിലേക്ക് പോവുക. ഓൾറെഡി ഭക്ഷണം നമ്മളിപ്പോൾ ട്രെയിനിൽ കഴിച്ചിട്ടുണ്ട്. നമ്മൾ പനവേലിൽ നിന്ന് ഓൾറെഡി ബീഫ് പൊറോട്ട എല്ലാം വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള വീഡിയോ, അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ റൂമിലേക്ക് പോവുക. ഇപ്പോൾ ടൈം ഏകദേശം 11 മണിയായി. ഇതിൻ്റെ എൻട്രൻസ് ആണ്, റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ടാക്സി കിട്ടുമോ നോക്കട്ടെ. ഊബർ ഉണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ ടാക്സി ഇവിടെ തന്നെ എടുക്കണം. ആദ്യം ഊബർ ഇവിടെ ഉണ്ടോ എന്നുള്ളതൊന്ന് ഊബറിൽ അടിച്ച് നോക്കട്ടെ. പിന്നെ കാത്തിക്കുന്ന ആൾക്കാരെ തോന്നും എല്ലാവരും ഇങ്ങനെ ഇവിടെ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ എന്താ പറയുക, ബാക്കി ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന കാണുന്നുണ്ട്. ഊബർ ഉണ്ട് ഇവിടെ, ഊബറിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓട്ടോ ആണ്. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓട്ടോ ആണ് കിട്ടിയത്. ഇവിടെ 4 കിലോമീറ്റർ ഉള്ളൂ പിന്നെ റൂമിലേക്ക്. ഊബർ വന്നിട്ടുണ്ട്. നേരെ ഈ ഊബറിലേക്ക് കയറട്ടെ. ഇതിപ്പോൾ നാട്ടിലുള്ള പോലത്തെ ഒരു കാലാവസ്ഥയാണ്. മഴയില്ലെന്നുള്ളൂ, അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ല. ഈ നോർമൽ കാലാവസ്ഥ. भाई आपका नाम क्या है? रितेश.
അങ്ങനെ ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററാണ് കാണിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ചായ അതുപോലുള്ള ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. വെള്ളം, ചായ, തട്ടുകടകൾ ഇങ്ങനെ ഒരുപാടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടുന്ന് നടന്നു നമ്മൾ തട്ടുകട ലാസ്റ്റ് കളി കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാം പൂട്ടിയിട്ട് ഇല്ല ലക്നൗവിൽ ഇത് ഇറങ്ങുന്ന സമയത്ത് പിന്നെ ടോളിൻ്റെ പ്രശ്നം കൊണ്ട് പിന്നെ പുറത്തെല്ലാം വണ്ടി വരുന്നു. ഇവിടെ അതൊന്നും ആവശ്യമില്ല. അവിടെ തന്നെ നമുക്ക് ഓട്ടവും കാര്യങ്ങളിലും കിട്ടുന്നുണ്ട്. അവിടെ ഇങ്ങനെ ലൈനായിട്ട് തട്ടുകടകൾ ഒരുപാട് കാണുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനോട് അടുപ്പിച്ചിരുന്നത്. അഹമ്മദാബാദ് ടൗണിലൂടെയുള്ള യാത്രയാണ്. അത്യാവശ്യം നല്ല വൃത്തിയെല്ലാം ഉണ്ടല്ലേ? വൃത്തിയൊന്നും വലിയ മോശമൊന്നുമില്ലല്ലോ. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റൂം RK റൂംസ് എന്നിട്ട് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തത് അങ്ങോട്ടേക്ക് വന്നു. അവിടുന്ന് 4.7 കിലോമീറ്റർ കാണിച്ചത്. ഏകദേശം പകുതി എത്താനായി. ഞാൻ റൂമിലേക്ക് പോവാം. പിന്നെ IPL കാണാൻ പോകുന്നുണ്ട്. നമ്മൾ ഇന്ന് റൂം എടുത്ത് കഴിഞ്ഞാൽ ഇന്ന് 10 മണിയല്ല, ഇന്ന് റൂം എടുത്ത് കഴിഞ്ഞാൽ നാളെ 12-15 മണിക്ക് ഒഴിവായി കൊടുക്കണം. പിന്നെ നമ്മൾ റൂം കളി കാണാൻ പോകുമ്പോൾ നമ്മൾ വെട്ടിയെടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്ത് 2 ദിവസത്തേക്കുള്ള റൂമ് ബുക്ക് ചെയ്തത്. കളിയും കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ പോകും. അപ്പോൾ കളിയപ്പോൾ കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ റൂമിൽ വന്നിട്ട് വേണം ഒന്ന് ഫ്രഷ് ആയിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് 2 ദിവസത്തെ റൂം എടുത്തത്. അപ്പോൾ ഓൺലൈനിൽ കുറച്ച് മുന്നേ ബുക്ക് ചെയ്തുകൊണ്ട് വലിയ റേറ്റ് ഒന്നും ആയിട്ടില്ല റൂമിന്. ആകെ 2 ദിവസത്തേക്ക് എനിക്ക് 1400 സംതിങ് റുപ്യ ആയത് അതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്ക് തന്നെ റൂമിന് ചോദിച്ചിട്ട് നോക്കുമ്പോൾ കളികളിലുണ്ട് പല സ്ഥലത്തും ഓരോ വിളിച്ച് നോക്കിയിട്ട് ഏകദേശം 1800 പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ച് 1400 റുപ്യക്ക് 2 ദിവസം കിട്ടുകയാണെങ്കിൽ അതല്ല സുഖം. അപ്പോൾ അങ്ങനെ അവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ടിക്കറ്റും ഇടയുള്ളത് ഹോട്ടലിൽ അഡ്രസ്സിലാണ് കൊടുത്തിട്ടുള്ളത്. ടിക്കറ്റ് അവിടെ എത്തിനോ ഓരോ മറിച്ച് വിറ്റിനോ എന്നില്ല. അവിടെ പോയാലും നമുക്ക് അറിയാൻ പറ്റും. ആലി നാദാവനം പോയാൽ വരാമെന്ന് പറയുമ്പോൾ നമ്മൾ ഗുജറാത്ത് അഹമ്മദാബാദ് പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. നാട്ടിലേക്ക് വരേണ്ടി വരും. ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. ഇന്ന് രാവിലെ തന്നെ വിളിച്ചിന് ടിക്കറ്റ്. അത് തന്നെ ടിക്കറ്റ് പിന്നെ അവിടെ കിട്ടിയെന്നുണ്ടോ ഇന്ന് രാവിലെ റിസപ്ഷനിലും വിളിച്ചിനാണ്. ഓക്കെ, അങ്ങനെ ഇതാ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് റൂം വരുന്നത്. അതിൻ്റെ മുകളിൽ 4th ഫ്ലോറാണ്. ലിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ നോക്കണം. അപ്പോൾ ഏകദേശം 102 റുപ്യാണ് വരുന്നത്. ഗൂഗിൾ പേൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, സാധനങ്ങളൊന്ന് പുറത്തേക്ക് ഇറക്കട്ടെ. സാധനങ്ങളെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഹോട്ടലിൻ്റെ ഒരു ഏറോ മാർക്ക് കാണിച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊരു വഴി കാണിച്ചു നോക്കുമ്പോൾ അതെല്ലാം പൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴത്ത് ഒരു ഷോപ്പുകാരും കൂടെ പറഞ്ഞാൽ അതെല്ലാം എൻട്രൻസ് ഇപ്പുറത്താകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലിഫ്റ്റ് ഉണ്ട്. ഓക്കെ അവിടെ ലിഫ്റ്റ് ഉണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഈ പാർക്കിങ്ങിൻ്റെ ഉള്ളിലാണ് അവൻ്റെ പീടി വരുന്നുണ്ട്. ആ കാണുന്ന ലൈറ്റില്ലേ, അവിടെയാണ് അവൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ലിഫ്റ്റ് നമ്മൾ പഴയ മോഡലാണ്. ഞാൻ തുറക്കുക, ഇത് തുറക്കുക, പുറത്തെ തുറക്കണ്ട ആദ്യം. ഓക്കെ, ഏറ്റവും ലാസ്റ്റിലാണ് പറഞ്ഞേ. 5th ഫ്ലോർ നമ്പർ ഇവിടെ 4th എഴുതിയാണല്ലോ. 5th അങ്ങനെ നല്ല മുകളിലേക്ക് പോയിക്കൊണ്ട് കാണും. ലൈറ്റും കാര്യങ്ങളും കാണില്ലല്ലേ. അതിന് സമയമായി 12 മണിയായില്ല. അതുകൊണ്ടായിരിക്കും അല്ലേ. ഏകദേശം 12 മണിയായി. ലിഫ്റ്റില്ലെങ്കിൽ ഇന്ത്യ കാര്യം പോക്കായിരുന്നു. എൻ്റെ എക്സസൈസും മറ്റേ ഡയറ്റിൻ്റെ എക്സസൈസും തന്നെ നടക്കുമായിരുന്നു. ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ തേർഡ് കഴിഞ്ഞ് 4th എത്തിയിരിക്കുകയാണ്. ഇനി ഹോട്ടലിലേക്ക് ഇറങ്ങിപ്പോവാം. ഇതാണ് നമ്മളെ RK റൂം, ഹോട്ടൽ. അപ്പോൾ ഇവൻ വിളിച്ചാൽ ഫോൺ എടുക്കാൻ ഒരു ചാൻസും ഇല്ല. അത് കിടന്നുറങ്ങുന്നതാ. ഇവന്ന് വിളിക്കാം. റൂമിൻ്റെ ഓനാന്ന് കിടന്നുറങ്ങുന്നത്. ചങ്ങായി ഉള്ളെന്നെല്ലാം കൂട്ടിയിട്ട് കിടന്നുറങ്ങുന്നതാണ്. അപ്പോൾ എന്തായാലും കൊണ്ട് ഫോൺ ചെയ്യുന്നുണ്ട്. ഓപ്പണായിട്ട് റൂമിലേക്ക് വന്ന് അത്യാവശ്യം നല്ല തണുപ്പ് വന്നല്ലേ. ഇപ്പോൾ നല്ല കാറ്റ് വന്നല്ലേ. ആണത് റെയിൽവേ സ്റ്റേഷൻ തന്നെ അത്. എൻ്റെ മുന്നിൽ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. പക്ഷേ നമുക്കൊന്ന് അഹമ്മദാബാദല്ല, അതുകൊണ്ടായിരിക്കും നമ്മൾ തിരുവനന്തപുരം വന്നത്. 40. ഓക്കെ, അങ്ങനെ നമ്മളിത് എത്തിയിട്ടുണ്ട്. നമ്മളെ മൂപ്പരിത റിസപ്ഷനിൽ. പിന്നെ കൊറിയറായ മേരാ ഏന അങ്ങനെ നമ്മൾ ये होता है നമ്മൾ ടിക്കറ്റ്. നമ്മുടെ ടിക്കറ്റ് ഇതാ എത്തിയിട്ടുണ്ട്. ഇതാ
ചേച്ചി അധികം മറിച്ചടിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വന്നത് എന്തായാലും വെറുതെ ഇല്ല. ഇതിൻ്റെ നമ്പറിൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ലേ? ഓക്കെ. അങ്ങനെ ഇതാ നമ്മളെ ടിക്കറ്റ് അതിൻ്റെ ഉള്ളിലൊരു കവറുണ്ട്. പിന്നെ നോക്കി അല്ലെങ്കിൽ വെറും കവറാ ടിക്കറ്റിനെ. ബ്ലോക്ക് ജയില് ഗേറ്റ് നമ്പർ 1 1A അല്ലേ? ഓക്കെ. 38 സീറ്റ് നമ്പർ 37. ടിക്കറ്റ് ഇതാണ്. കാരണം ഇത് ഇവിടെ എത്തിനോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനില്ലേനു. അവിടെ വരെ വന്നിട്ട് വേറൊന്നല്ല, ഇവിടെ വരെ വന്നിട്ട് മടങ്ങിപ്പോണ്ടല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ 403 403 ആണ് റൂം നമ്പർ. ഓപ്പണാണ് എല്ലാം അങ്ങോട്ടേക്ക്. ഇതാണ് റൂം. അത് 403 കംപ്ലയിൻറ്റ്, അത് AC-ൻ്റെ കംപ്ലയിൻറ്റിലൂടെ നമ്മൾ നേരെ 408 മാറ്റി തന്നെ നമ്മളെ ദിനേശ് ഭായി. നല്ല അടിപൊളി സർവീസും കാര്യങ്ങളും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ റൂമും കാര്യങ്ങളും നല്ല നീറ്റും ക്ലീനുമാണ്. ഈ ഒരു പൈസക്ക് വേർത്താണെന്ന് വെച്ചാൽ ഡബിൾ വേർത്താണ്. അപ്പോൾ ഇതിൻ്റെ ബാത്റൂം ഇതാണ്. എല്ലാം ഒരേ സെയിം തന്നെ. നല്ല അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ കാണാൻ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ റെയിൽവേ സ്റ്റേഷന് അതാണ് വ്യൂ വരുന്നത്. ഇതാ രണ്ട് തോർത്തും വെച്ചും 2 സോപ്പും വെച്ചും നമ്മൾ രണ്ടാളുണ്ടെന്ന് ഉറപ്പാണ്. അപ്പം എല്ലാം കുളിച്ചിട്ട് നമുക്ക് രാവിലെ കാണാം. കാരണം 26-29 മണിക്കൂർ അല്ലേ കളി കാണേണ്ടത്. വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഏകദേശം ഒരു 10-30 മണിക്കൂറായി. ഞാൻ കുളിച്ച് റെഡിയായി. അപ്പോൾ നാളെ നമുക്ക് കളി കാണാൻ പോകേണ്ടതാണ്. ഇറങ്ങിയിട്ട് നമുക്ക് രാവിലെ കാണാം. ഓക്കെ, ബൈ.